അടുക്കളയിൽ പോയാലോ വായോ ഒരു പരിപ്പും കുമ്പളങ്ങ വെച്ചൊരു നാടൻ കറി ദേ ഈ വലിപ്പത്തിലൊരു കുമ്പളങ്ങ ചെറുതാട്ടാ ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു. പരിപ്പ് ഞാൻ ഓൾറെഡി കുതിർത്ത വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു അരമണിക്കൂറോളം ഇരുന്നോട്ടെ കുതിർന്നോട്ടെ. അതിലേക്ക് ദേ ഒരു തക്കാളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, ദേ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ 1 ടീസ്പൂൺ എന്തിടുന്നുണ്ട് ഉപ്പിടുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചത് അടപ്പത്ത് വെച്ചു. ഒരു 3 വിസിൽ അടിപൊളിയായിട്ട് വേവും. എന്നിട്ട് അരപ്പ് അതിലേക്ക് ജീരകം, അരമുറി നാളികേരം, ഒരു 3-4 ചെറുള്ളി, ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ടു. ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് നോക്കി ഒരു 5-6 ഇട്ടു. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിലർക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നത് ഇഷ്ടമല്ലേ, തക്കാളി ഇട്ടാൽ മതി കൂടുതൽ. ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പുളി ദേ പിഴിഞ്ഞൊഴിക്കണത്. പാകത്തിന് പുളി നോക്കി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ദേ തിളച്ചില്ലേ, നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മുടെ അരപ്പില്ലേ നല്ലോണം അരച്ചത് എടുത്തൊഴിക്കുക. എന്നിട്ട് ദേ എടുത്ത് നല്ലോണം തിളച്ചിട്ട് ഇത് കണ്ട നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക. ഞാൻ ദേ ഉപ്പ് നോക്കാനാണ് ഇപ്പോൾ അതിൽ നിന്ന് എടുക്കണത്. ഉപ്പ് നോക്കാൻ എടുത്തപ്പോൾ ഉപ്പ് ലേശം കുറവ്. അപ്പോൾ ഞാൻ പിന്നെയും 1 സ്പൂണും കൂടി ഉപ്പ് ഇടുന്നുണ്ട്, കണ്ടുവോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണ് കേട്ടോ. എന്നിട്ട് ദേ ഉപ്പ് ഇല്ലയെന്ന് തോന്നിയപ്പോൾ ഉപ്പ് ഇട്ടു. പുളി പാകമായിരുന്നു, പിന്നെ ഞാൻ പുളി ഒഴിച്ചിട്ടില്ല. നല്ലോണം തിളച്ചു തോന്നിയപ്പോൾ ദേ കറി കാച്ചാൻ വെക്കണു. ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കടുക് ഇടുക കേട്ടോ. ദേ കടുക് പോവാതെ നോക്കണേ, വീട്ടിൽ തല്ലൂട്ടുണ്ടാവും എന്നാണ് പറയുക. അല്ല, തല്ലൂട്ടുണ്ടാവും, എന്തായാലും ഉണ്ടാവും, പോയി കഴിഞ്ഞാൽ പോകാണ്ട് നോക്കുക. അതേ കടുക് പൊട്ടണു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ വറ്റൽമുളക്, ഞാൻ കടുക് പൊട്ടിക്കണ എല്ലാത്തിലും വറ്റൽമുളക് ഇടും, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് 3-4 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിടുക. തീ നല്ലോണം ഓഫ് ചെയ്യുക, അല്ല കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ഞാനിതേ തീ ഓഫ് ചെയ്തു, എന്നാലും എൻ്റെ മുളക് കരിയാതിരിക്കാൻ. എന്നിട്ട് ദേ വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു, കറി റെഡി. ഇനി നേരെ ദേ നമ്മുടെ കറിയിലേക്ക് കൊണ്ട് ഒഴിക്കുക കാച്ചിയത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. കണ്ട എന്നെ ഇപ്പോൾ ദേ കൊണ്ട് ഒഴിക്കുക. എന്നിട്ട് ദേ നല്ലപോലെ ഒന്നും കൂടി ഇളക്കുക. പക്കാ നാടൻ കറിയാണ് കേട്ടോ ഈ കുമ്പളങ്ങയും പരിപ്പും. ഇത് ഞാൻ വെക്കുന്നത് എൻ്റെ അമ്മ ഇങ്ങനെ വെക്കുക, ഞാൻ അതുപോലെ തന്നെയാണ് വെക്കുക. നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ. താങ്ക് യു.